ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ V3 എക്സ്പ്ലോറിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മുടെ ഫ്രൂട്ട് ബേയുടെ ബെറി അപ്പോൾ എല്ലാവർക്കും പരിചയം കാണും. അപ്പം നമുക്ക് ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈസിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിങ്ങനെ ആവശ്യമായിട്ടുള്ളതെന്ന്. നമ്മുടെ ഗ്രനോള ഇല്ലെങ്കിൽ മുസ്ലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈ ഓട്സ് നമുക്ക് ഫ്രൈ ചെയ്ത് ഇതിന് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റം വേണം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന അനാറും ആപ്പിളും ചെറിയ പഴം മുറിച്ച് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിനാണ് ഈ യോഗേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലെയിൻ യോഗേർട്ട് വാങ്ങി നമ്മളത് സ്ട്രോബെറിയും നമ്മുടെ ബ്ലൂബെറിയും ഒക്കെ ഇട്ട് ഫ്ലേവേർഡാക്കി എടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ ഒന്നുകൂടി ഓക്കെയാണ്. അതിൻ്റെ താഴെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഹോളാക്കി എടുത്ത് നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ഗ്ലാസ്, അതായത് കുപ്പി ഗ്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് നമ്മളെ വെറി അപ്പ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു അപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഒന്ന് ടൈറ്റായിട്ട് ഒരു താഴോട്ട് വരാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓരോ ലെയറായി നമ്മുടെ ഈ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ്, നിങ്ങൾക്ക് ഏത് ബെറിയുടെ ഇതാണ് കൂടുതൽ വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിവിടെ സ്ട്രോബെറിയാണ് കളറിൽ അധികം ആഡ് ചെയ്തിരിക്കുന്നത്. സ്ട്രോബെറി യോഗേർട്ടും സ്ട്രോബെറി സിറപ്പുമാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ബ്ലൂബെറി യോഗേർട്ട്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഗ്രാനോളയിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞത് ഹണി മിക്സ് ആണ് ഈ ഗ്രാനോള എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. പിന്നെ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് ഈ ഗ്രാനോള. അതേപോലെ തന്നെ ആയിരിക്കും മുസ്ലിയിൽ പക്ഷേ അത് ഹണി ഉണ്ടാവില്ല, ഹണി ഇല്ലാതെ ഒരു മധുരം കുറഞ്ഞതായിരിക്കും നമ്മുടെ മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനോള യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാ ലെയറും ഫില്ല് ചെയ്ത് നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഐസ്ക്രീം നമ്മൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഐസ്ക്രീം കുറച്ച് കട്ടി, ഇങ്ങനെ ഭയങ്കര കട്ടായിട്ടുള്ളത് ഇടാൻ പാടില്ല. ഒന്ന് ലൂസായി കഴിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും ബെറ്റർ നമുക്ക്. അപ്പോൾ അങ്ങനെ ഇട്ട് നമ്മുടെ ടോപ്പിലും കൂടി നമ്മുടെ ഈ ഓട്സോ ഗ്രാനോളയോ മുസ്ലിയോ വെച്ച് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് അനാറും പിന്നെ ഞാനൊരു ചെറിയ കൂടി വെച്ചിട്ടുണ്ട് ഭംഗിക്കായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ബെറിയപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബെറി ഫ്ലേവറിൽ ഇതൊന്ന് പൊക്കുമ്പോൾ താഴോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ ബെറിയപ്പ് എന്നുള്ള പേരും കൂടി വന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക.